Hi students, so today we are going to deal with the last speech of our third module, that is an ode to makeup by Chimamanda Ngozi Adichie. So Chimamanda Ngozi Adichie is an African writer. So African writer Wellesley കോളേജിൽ വന്ന് പറയുന്ന ഒരു കമൻസ്മെൻറ്റ് സ്പീച്ചാണ് ദിസ് പെർട്ടിക്കുലർ ആൻഡ് ഓഡ് ടു മേക്കപ്പ് എന്ന് പറയുന്നത്. ആൻഡ് സിൻസ് ഷീ ഈസ് എ ഫെമിനിസ്റ്റ് ഓതർ, ദിസ് പെർട്ടിക്കുലർ സ്പീച്ച് ഇസ് ഓൾസോ ഫെമിനിസ്റ്റ് കൺസേൺ ഉള്ളൊരു സ്പീച്ചാണ് ഈ പെർട്ടിക്കുലർ സ്പീച്ച് എന്ന് പറയുന്നത്. So she starts her speech by speaking about her interest in makeup. മേക്കപ്പിനോടുള്ള ഒരു ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്താണ് ആദ്യം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പിക് അതിനെപ്പറ്റിയാണ്. ആൻഡ് ഷീ സീസ് ദാറ്റ് ഷീ വാസൻ ഇൻട്രസ്റ്റഡ് ഇൻ മേക്കപ്പ് അൺടിൽ ഹർ 20s. 20 വയസ്സാവുന്നവരെ മേക്കപ്പിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ വൺസ് ഷീ അറ്റൻഡഡ് എ പാർട്ടി അറ്റ് ലാഗോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഷീ അറ്റൻഡഡ് എ പാർട്ടി. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ആ ഒരു പാർട്ടിയിൽ ഷീ മെറ്റ് എ മാൻ, ഒരു പെർട്ടിക്കുലർ മാനിനെ അവൾ മീറ്റ് ചെയ്യാണ്. ആൻഡ് ഇൻ ദാറ്റ് പാർട്ടി ദേ ടോക്ക് അബൌട്ട് ദി ഡിഫറെൻറ്റ് കസ്റ്റംസ് ഇൻ ഇഗ്ബോ കമ്മ്യൂണിറ്റിയിൽ പല കസ്റ്റംസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു കസ്റ്റമാണ് കോളാനട്ട് ബ്രേക്കിംഗ്. കോളാനട്ട് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ ഇൻ ആഫ്രിക്കൻ കൾച്ചർ. സോ ഈ പറയുന്ന കോളാനട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ടുഗദർനെസ് ഇൻ ഇഗ്ബോ കമ്മ്യൂണിറ്റി. കോളാനട്ട് എന്ന് പറയുന്നത് ടുഗദർനെസ്സിനെ ഇംപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഫ്രൂട്ടാണ്. ആ നട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് കസ്റ്റമുണ്ട്. സോ ഏത് പാർട്ടി ഏത് ഗ്യാദറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ കോളാനട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. സോ ആ കോളാനട്ട് ബ്രേക്കിങ്ങിനെ പറ്റിയായിരുന്നു അന്ന് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ദിസ് കോളാനട്ട് വാസ് സപ്പോസ് ടു ബ്രേക്ക് ബൈ ആൻ എൽഡർ മാൻ. അതാണ് അവരുടെ ട്രഡീഷൻ വരുന്നത്. ഇഗ്ബോ കമ്മ്യൂണിറ്റിയിലെ എൽഡർ ആയിട്ടുള്ള, അതായത് നല്ല പ്രായമുള്ള ഒരു മാനാണ് എപ്പോഴും കോളാനട്ട് ബ്രേക്ക് ചെയ്യുന്നത്. സോ ആ ഒരു ട്രഡീഷനെ പറ്റിയാണ് അവരവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ആ ഒരു പോയിന്റിൽ അടിച്ച് ആർഗ്യൂ ചെയ്യുന്നു ദാറ്റ് സിസ്റ്റം മസ്റ്റ് ബി ഡൺ ബൈ ദി അച്ചീവ്മെൻറ്റ് റാദർ ദാൻ ജെൻഡർ. സോ എന്താണ് ഒരു കസ്റ്റം അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ജെൻഡർ ബേസ് ചെയ്തായിരിക്കരുത് തിരഞ്ഞെടുക്കേണ്ടത്, അയാളുടെ അച്ചീവ്മെൻറ്റിനെ ബേസ് ചെയ്തായിരിക്കണം. അതാണ് അടിച്ചേ പറഞ്ഞ പോയിന്റ്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ, നമ്മൾ ആദ്യം പറഞ്ഞ ഈ പെർട്ടിക്കുലർ മാൻ, ഹി ഡിസ്മിസ്ഡ് ഹർ ബൈ സെയിങ് ദാറ്റ് യു ആർ എ വെരി സ്മോൾ ഗേൾ. സോ അടിച്ചേനെ അന്ന് കാണാനായിട്ട് ഈവൻ ദോ ഷി വാസ് 23, ഷി ലുക്ക്ഡ് വെരി യങ്. സോ അത്രയും ഒരു യങ് ഫേസ് ആയിരുന്നുകൊണ്ട് തന്നെ ദിസ് മാൻ റിഡിക്യൂൾഡ് ഹർ കമൻറ്റ്, അല്ലെങ്കിൽ ആ ആർഗ്യുമെൻ്റ് റെഫ്യൂട്ട് ചെയ്യാണ് ബൈ സേയിങ് ദാറ്റ് യു ആർ എ വെരി സ്മോൾ ഗേൾ. സോ ആ ഒരു സമയം മുതൽ ഷീ വാസ് ഇഗ്നോർഡ് ജസ്റ്റ് ബിക്കോസ് ഷീ വാസ് യങ് ആൻഡ് ഫീമെയിൽ. സോ ആ ഒരു പോയിൻ്റ് കൊണ്ട് ഷീ സ്റ്റാർട്ടഡ് വെയറിങ് മേക്കപ്പ്. ആ ഒരു പോയിൻ്റ് മുതൽ ഷീ സ്റ്റാർട്ടഡ് വെയറിങ് മേക്കപ്പ്. ആൻഡ് ഷീ സേസ് ദാറ്റ് മേക്കപ്പ് ഓഫേഴ്സ് എ വണ്ടർഫുൾ പോസിബിലിറ്റി ഫോർ ടെമ്പററി ട്രാൻസ്ഫോർമേഷൻ. നമ്മളൊന്ന് മെച്ചുവർ ആവാനും ഒരു ടെമ്പററി ട്രാൻസ്ഫോർമേഷൻ നമുക്ക് തരാൻ വേണ്ടിയിട്ടും മേക്കപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് അടിച്ചേ പറയാണ്. ദെൻ ഷീ സ്പീക്സ് അബൌട്ട് ജെൻഡർ ഇൻജസ്റ്റിസിനെ പറ്റി പറയുകയാണ്. ആൻഡ് അടിച്ച് ആസ് ഷീ വാസ് എ ബ്ലാക്ക് വുമൻ ആയതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതലേ ജെൻഡർ ഇൻജസ്റ്റിസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് അടിച്ച്. ബിക്കോസ് ഷീ വാസ് എ ബ്ലാക്ക് വുമൻ അല്ലേ. സോ ബ്ലാക്ക് ആയതുകൊണ്ടും വുമൻ ആയതുകൊണ്ടും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഡബിൾ മാർജിനലൈസേഷൻ ഷീ യൂസ് ടു ഫേസ് ദാറ്റ്. സോ ഫ്രം ബോത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെൻ ദേ വർ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഓപ്പറേഷൻ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ദേ വർ മിയർലി പ്രിവിലേജ്ഡ്. ഈ പറയുന്ന ബ്ലാക്ക് മെൻ ആയിക്കോട്ടെ വൈറ്റ് മെൻ ആയിക്കോട്ടെ അവരൊക്കെ പ്രിവിലേജ്ഡ് ആണ്. സോ പ്രിവിലേജിന് ഒരു കൈൻഡ് ഓഫ് ഹാബിറ്റാണ്. ദ ഹാബിറ്റ് ഓഫ് ദിസ് പ്രിവിലേജസ് ഇറ്റ് വിൽ ബ്ലൈൻഡ് യു. ഓക്കെ, എല്ലാ പ്രിവിലേജിനും ഒരു കൈൻഡ് ഓഫ് നേച്ചറുണ്ട് ദാറ്റ് ഇറ്റ് വിൽ ബ്ലൈൻഡ് യു. സോ ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രിവിലേജസ്. സോ ഈവൻ അടിച്ചേനെ എടുത്ത് നോക്കുമ്പോൾ ബാക്കിയുള്ള ബ്ലാക്ക് കമ്മ്യൂണിറ്റീനെ വെച്ച് നോക്കുമ്പോൾ അടിച്ചീസ് പേരൻസ് വർ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയ അത്യാവശ്യം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഫാമിലിയിൽ നിന്നായിരുന്നു അടിച്ചേ വരുന്നത്. സോ അങ്ങനെ ഒരു പ്രിവിലേജ് അടിച്ചേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഷീ വാസ് ഓൾസോ എ ലിറ്റിൽ ബിറ്റ് ബ്ലൈൻഡഡ്. അറ്റ് ടൈംസ് ഷീ വാസ് ബ്ലൈൻഡഡ്. സോ ഈവൻ ഒരു സ്മോൾ പ്രിവിലേജിന് പോലും നമ്മൾ ബ്ലൈൻഡ് ആക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സോ ഷീ അഡ്വൈസസ് ഓൾ ദി വിമൻ ഔട്ട് ദെയർ, ഓൾ ദി മെൻ ഔട്ട് ദെയർ ടു നോട്ട് ബി പ്രിവിലേജ്ഡ് ബൈ ദി ഐഡിയാസ്, അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രിവിലേജസ് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ബ്ലൈൻഡ് ആവാതിരിക്കാനായിട്ട് അഡ്വൈസ് ചെയ്യുകയാണ്. Then she speaks about her mother. Her mother is 73 and she retired as the first female registrar of the University of Nigeria. So 2015 her mother was 73 and she was the first female registrar of the Nigeria University. ആ സമയത്ത് അതൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയായിരുന്നു. കാരണം മെനി ബ്ലാക്ക് പീപ്പിൾ വർ ഡിനൈഡ് ഓഫ് ദ റൈറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ. സോ ആ ഒരു സമയത്ത് എഡ്യൂക്കേഷൻ കിട്ടുക, ആ ഒരു പൊസിഷനിൽ എത്തുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ വെരി ബിഗ് തിങ്, ഇറ്റ് വാസ് എ വെരി ഹ്യൂജ് തിങ്. സോ അതുകൊണ്ട് തന്നെ ഷീ വാസ് സോ പ്രൗഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മൂമെൻറ്റ്. സോ ഫസ്റ്റ് ഫീമെയിൽ രജിസ്ട്രാറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇവൾ കണ്ടക്ട് ചെയ്ത ആദ്യത്തെ മീറ്റിങ്ങിനെ പറ്റിയാണ് ഈ ഇൻസ്റ്റൻസ് പറയുന്നത്. സോ ഷീ വാസ് ദി ഫസ്റ്റ് ചെയർപേഴ്സൺ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ നൈജീരിയ യൂണിവേഴ്സിറ്റി. അവിടുത്തെ ഫസ്റ്റ് ഫീമെയിൽ രജിസ്ട്രാർ ആയിരുന്നുകൊണ്ട് തന്നെ അവർ ചെയർ ചെയ്ത മീറ്റിങ്ങിൽ ചെയർപേഴ്സൺ ആയിരുന്നു ഈ പെർട്ടിക്കുലർ വുമൻ. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം അതുവരെ ചെയർമാൻ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് അവിടെ ഇരുന്നിരുന്ന ബോർഡ് എന്ന് പറയുന്ന ഒരു ചെയർമാൻ ബോർഡായിരുന്നു. സോ ദ ക്ലർക്ക് കെയിം ഓവർ ആൻഡ് സ്റ്റാർട്ടഡ് ടു റിമൂവ് ദാറ്റ് പെർട്ടിക്കുലർ സൈൻ. പക്ഷേ ദിസ് മദർ സ്റ്റോപ്ഡ് ഹിം ആൻഡ് സേസ് that let that sign be there.
ആ സൈൻ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. ബിക്കോസ് ഷീ നെവർ വാണ്ടഡ് എനിബഡി ടു അസ്യൂം ദാറ്റ് what she was going to do at that meeting was in any way different from what a chairman would have done. സോ അവിടെ ഒരു ചെയർമാൻ ഇരുന്നാലും ചെയർപേഴ്സൺ ഇരുന്നാലും ആ ബോർഡ് മാറിയിരുന്നാലും മാറിയിരുന്നില്ലെങ്കിലും അവിടെ ചെയ്യാൻ പോകുന്ന കാര്യം വാസ് ദ സെയിം. ഓക്കെ, എന്താണോ ഒരു ചെയർമാൻ അത്രയും നാളെ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയായിരിക്കും ഒരു ചെയർപേഴ്സണും ചെയ്യാൻ പോകുന്നത്. ദേ വർ നോ ഇൻ നോ വേസ് ദേ വർ ഡിഫറെൻറ്റ്. സോ ആ ഒരു പോയിന്റ് അസേർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഷീ വോണ്ടഡ് ദാറ്റ് ബോർഡ് ടു ബി ദെയർ. സോ ആ ബോർഡ് മാറ്റേണ്ട ആവശ്യമില്ല. ദേ വർ ബോത്ത് ദ സെയിം. അത് ആ എങ്ങനെ ബോർഡ് ഇരുന്നാലും ഏത് ആളിരുന്നാലും what they are going to do, ആ ഒരു പൊസിഷനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ആൻഡ് ദ ഡ്യൂട്ടീസ് ദേ വർ ഗോയിങ് ടു ഡു, അതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ആൻഡ് ജെൻഡർ ഇസ് ഓൾവേസ് അബൌട്ട് ദറ്റ് കോണ്ടെക്സ്റ്റ് ആൻഡ് സർക്കംസ്റ്റാൻസ്. സോ നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് സർക്കംസ്റ്റാൻസിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അതല്ലാതെ ജെൻഡർ ആ ഒരു കോണ്ടെക്സ്റ്റൽ ബേസിൽ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസ് ബേസിൽ മാത്രം എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ജെൻഡർ ഇസ് ഓൾവേസ് അബൌട്ട് ദറ്റ് കോണ്ടെക്സ്റ്റ് ആൻഡ് സർക്കംസ്റ്റാൻസ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ബൈനറീസ് ഓഫ് മാൻ ആൻഡ് വുമൻ. ഒരു മാൻ എന്ത് ചെയ്യും വുമൻ എന്ത് ചെയ്യും എന്ന് പറയുന്ന ബൈനറീസ് അല്ല കാര്യം. ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് കോണ്ടെക്സ്റ്റ് ആൻഡ് സർക്കംസ്റ്റാൻസ്. ദെൻ ഷീ സ്പീക്സ് അബൌട്ട് ഹെർ ഗ്രോയിങ് അപ്പ്. അവളുടെ ആ ഒരു ഗ്രോയിങ് അപ്പ് സ്റ്റേജിനെ പറ്റിയാണ് പിന്നെ പറയുന്നത്. ഹർ പാരൻസ് എക്സ്പെക്റ്റഡ് ഹെർ ടു ബി എ ഡോക്ടർ ബട്ട് ഷീ വാണ്ടഡ് ടു റൈറ്റ് സ്റ്റോറീസ്. സോ അതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ നിർബന്ധം കാരണം ഷീ വെൻ ടു മെഡിക്കൽ സ്കൂൾ ഫസ്റ്റ്. പക്ഷേ ആഫ്റ്റർ 1 year ഷീ ഡ്രോപ്ഡ് ഔട്ട്. ആൻഡ് ഷീ സേസ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് എ കറേജസ് ആക്ട്, പക്ഷേ ഇറ്റ് വാസ് എൻ എഫേർട്ട് ടു മേക്ക് സംതിങ് ഡിഫറെൻറ്റ്. അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആവുക, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ആക്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് എഫേർട്ട് എടുക്കുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയാണ് ഷീ ടുക്ക് ദിസ്, അല്ലെങ്കിൽ ഷീ ഡ്രോപ്ഡ് ഔട്ട് ഓഫ് മെഡിക്കൽ സ്കൂൾ. സോ അതിനുശേഷം ഇറ്റ്സ് മൈറ്റ് നോട്ട് ഹാവ് വർക്ക്ഡ് ഔട്ട്, മൈ റൈറ്റിംഗ് മൈറ്റ് നോട്ട് ഹാവ് എൻഡഡ് അപ്പ് ബീങ് സക്സസ്ഫുൾ. സോ ഈ പറയുന്ന റൈറ്റിംഗ് ചൂസ് ചെയ്ത് അല്ലെങ്കിൽ റൈറ്റർ ആവാൻ തിരഞ്ഞെടുത്തതിന് ശേഷം ഇവൾ പറയുകയാണ് ഈ ഒരു പോയിന്റിൽ 2015 പറയുകയാണ് എൻ്റെ ആ ഒരു ഡിസിഷൻ ചിലപ്പോൾ തെറ്റായേനെ, ഞാൻ ചിലപ്പോൾ സക്സസ്ഫുൾ ആവാതിരുന്നേനെ. പക്ഷേ ദ പോയിന്റ് ഇസ് ദാറ്റ് ഐ ട്രൈഡ്. വി കനോട്ട് ഓൾവേസ് വെൻ ദ വേൾഡ് ഇൻ ടു ഷേപ്സ് വി വാണ്ട്, ബട്ട് വി ക്യാൻ ട്രൈ. നമ്മൾക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ ലൈഫ് പോകണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ബട്ട് what we can do is we can try. But because without trying we cannot know what it is going to happen. സോ ട്രൈങ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. വിന്നിങ് ഓർ ലൂസിങ് ഈസ് ഓൾവേസ് സെക്കൻഡറി. വാട്ട് വി ഹാവ് ടു ഡു ഇസ് ഓൾവേസ് ട്രൈ. ആ ഒരു ട്രൈങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് ബാക്കി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സെക്കൻഡ് പാർട്ട് ഓഫ് സ്പീച്ചിൽ അടിച്ച് സ്റ്റുഡൻസ് കുറേ അഡ്വൈസസ് കൊടുക്കുകയാണ്, കുറേ സ്മോൾ അഡ്വൈസസ് കൊടുക്കുകയാണ്. ആൻഡ് ത്രൂ ദീസ് അഡ്വൈസസ് ദേ ഷുഡ് ട്രൈ ടു ചേഞ്ച് ദ വേൾഡ്. ഓക്കെ, ആ ഒരു വേൾഡിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനും ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനും ചെറിയ അഡ്വൈസസ് അടിച്ച് സ്റ്റുഡൻസിന് കൊടുക്കുകയാണ്. ഫസ്റ്റ് അഡ്വൈസ് ഇസ് ദാറ്റ് യു ഷുഡ് റൈറ്റ് ടെലിവിഷൻ ഷോസ് ഇൻ വിച്ച് ഫീമെയിൽ സ്ട്രെങ്ത് ഇസ് നോട്ട് ഡെപ്പിക്റ്റഡ് എസ് റിമാർക്കബിൾ ബട്ട് മിയർലി ആസ് നോർമൽ. സോ എന്താണ് ഫീമെയിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറയുന്നത് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യമല്ലാതെ നോർമൽ ആയിട്ടുള്ള കാര്യം. സോ മെൻ ആൻഡ് വുമൻ ആർ ഈക്വലി നോർമൽ, അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് മെസ്സേജ് ആയിരിക്കണം ഇനി നമ്മൾ എല്ലാവർക്കും കൊടുക്കേണ്ടത്. ദെൻ ടീച്ചർ സ്റ്റുഡൻസ് ദറ്റ് വൾണറബിലിറ്റി ഈസ് എ ഹ്യൂമൻ ട്രേറ്റ് റാദർ ദാൻ എ ഫീമെയിൽ ട്രേറ്റ്. വൾണറബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ മോശമായിട്ടുള്ള സിറ്റുവേഷൻസിനും പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഒരു കൈൻഡ് ഓഫ് വൾണറബിലിറ്റി ഉണ്ടല്ലോ. ആ വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ട്രേറ്റ് ആണ്. എവറി ഹ്യൂമൻ ബീങ്സ് ഹാസ് റൈറ്റ് ടു ക്രൈ ആൻഡ് ബി ഫ്രസ്ട്രേറ്റഡ്. വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ട്രേറ്റ് ആണ്. അതെപ്പോഴും വിമനുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഈസ് എ ഹ്യൂമൻ ട്രേറ്റ് എന്ന് കുട്ടികൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഡ്യൂട്ടി ഇറ്റ് ഈസ് യു സ്റ്റുഡൻസ് that they should convey this idea. Okay, then commission magazine article that teach men how to keep women happy. So എങ്ങനെയാണ് വിമനെ ഹാപ്പി ആക്കുക എന്നുള്ള രീതിയിലുള്ള മാഗസിൻ ആർട്ടിക്കിൾസ് ഇനി പുറത്തേക്ക് വരണം. ബിക്കോസ് ദർ ആർ ടു മെനി ആർട്ടിക്കിൾസ് ദാറ്റ് ടെൽ വുമൻ ഹൗ ടു കീപ് men happy. Then and in media interviews make sure fathers are asked how they balance family and work. So ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ മദേഴ്സിൻ്റെ അടുത്തും ചോദിക്കുന്ന അല്ലെങ്കിൽ എല്ലാ വിമൻ്റെ അടുത്തും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ദേ ബാലൻസ് ഫാമിലി ആൻഡ് വർക്ക്. ഫാമിലിയും വർക്കും കൂടെ നിങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളത് മിക്ക വിമനോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഫാദേഴ്സിൻ്റെ അടുത്തും എല്ലാ മെന്നിൻ്റെ അടുത്തും ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട സമയമായി. ബിക്കോസ് ദേ ഓൾസോ ഷുഡ് ബാലൻസ് ഫാമിലി ആൻഡ് വർക്ക് അല്ലേ. സോ ഈ ക്വസ്റ്റ്യൻ ആരോടും കൂടി ചോദിക്കണം, ഫാദേഴ്സിനും കൂടെ ചോദിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. Then there is another important advice. They should campaign and agitate for പെയ്ഡ് പെറ്റേണിറ്റി ലീവ്. സോ മെറ്റേണിറ്റി ലീവ് മാത്രമാണുള്ളത്. ആൻഡ് ആ ഒരു മെറ്റേണിറ്റി ലീവ് മാത്രം കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാൻ നറിഷ് ചെയ്യുക, അവരെ വളർത്തി വലുതാക്കുക എന്ന് പറയുന്ന മദറിൻ്റെ മാത്രം ഡ്യൂട്ടിയാണെന്നൊരു ഐഡിയ ആണ് അവിടെ നിന്ന് വരുന്നത്. സോ പെയ്ഡ് പെറ്റേണിറ്റി ലീവ്. സോ ഈ മദർ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് പെറ്റേണിറ്റി ലീവും കൂടെ പെയ്ഡ് പെറ്റേണിറ്റി ലീവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ദേ കെൻ ഈക്വലി ലുക്ക് ആഫ്റ്റർ ദെയർ ചിൽഡ്രൻ അല്ലേ. ആ ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് പോവാണ്. സോ പെയ്ഡ് പെറ്റേണിറ്റി ലീവിന് വേണ്ടിയിട്ടും ക്യാമ്പയിൻ ചെയ്യേണ്ട സമയമായി എന്നുള്ള കുറച്ച് അഡ്വൈസാണ് അടിച്ച് ആദ്യം കൊടുക്കുന്നത് സ്റ്റുഡൻസിന്. ദെൻ ഷീ സ്പീക്സ് അബൌട്ട് ഫെമിനിസം. ഫെമിനിസം ഒരു ഇൻക്ലൂസീവ് പാർട്ടിയാണെന്ന് പറയുന്ന ഒരു പോയിന്റിന് വേണ്ടിയാണ് ഈ ഒരു
പോയിന്റ് പറയുന്നത്, ഒരു ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻ നോമിനേറ്റഡ് ഹർ ഫോർ എൻ ഇമ്പോർട്ടൻറ്റ് പ്രൈസ് റിസീവ് ചെയ്യാനായിട്ട് അടിച്ചേനെ ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് ആ ഒരു പ്രൈസ് സെറമണിയിൽ ഷീ വോണ്ടഡ് ടു സ്പീക്ക്, അല്ലെങ്കിൽ ഷി വാസ് ആസ്ക്ഡ് ടു സ്പീക്ക് അബൌട്ട് എ പെർട്ടിക്കുലർ ഓഥർ, ഒരു പെർട്ടിക്കുലർ ഓഥറിനെ പറ്റി ഈ വിന്നിങ് സ്പീച്ചിനകത്ത് അടിച്ചയോട് പറയാൻ പറഞ്ഞു. ബട്ട് ദിസ് അടിച്ചെ ഹാഡ് എ പ്രോബ്ലം, ബിക്കോസ് അടിച്ചെ ആ ഒരു ഓഥറിൻ്റെ ബുക്ക് അതുവരെ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു വെരി ഫേമസ് ഫെമിനിസ്റ്റ് റൈറ്ററാണ്, പക്ഷേ അടിച്ചെ വാസ് നോട്ട് ഏബിൾ ടു റീഡ് ദാറ്റ് പെർട്ടിക്കുലർ ഫെമിനിസ്റ്റ് ഓഥേഴ്സ് ബുക്ക്, ബിക്കോസ് ദാറ്റ് ബുക്ക് വാസ് നോട്ട് റിലേറ്റഡ് ടു ഹർ. ആ ഒരു ബുക്ക് ഇവിടെ ഒരിക്കലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു പെർട്ടിക്കുലർ ഓഥറിൻ്റെ ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ബുക്ക്സ് വായിക്കാനോ അടിച്ചേക്ക് ഒരിക്കലും പറ്റിയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വിന്നിങ് സെറമണിയിൽ ആ ഒരു ഓഥറിനെ പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് അടിച്ചേക്ക് ഇറ്റ് വാസ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. സോ ഷീ ഡിനൈഡ് ദി ഇൻവിറ്റേഷൻ, ആ ഒരു സെറമണിക്ക് പോയില്ല. അതിനുശേഷം ഇവൾ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീ നെവർ റെഡ് ഓൾ ദീസ് ഫെമിനിസ്റ്റ് ടെക്സ്റ്റ്, ഈ ഫെമിനിസ്റ്റിൻ്റെ സെമിനലായിട്ടുള്ള ടെക്സ്റ്റ് ഒന്നും ആരും വായിച്ചിട്ടില്ല. ഈവൻ ദോ അടിച്ച ഈസ് എ വെരി ഫെമിനിസ്റ്റ് ഓഥർ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് റൈറ്റർ ആണെങ്കിൽ പോലും ഫെമിനിസത്തിൻ്റെ സെമിനലായിട്ടുള്ള കുറച്ച് ടെക്സ്റ്റുകളുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റുകളുണ്ട്, കുറച്ച് ബുക്കുകളുണ്ട്, അതൊന്നും അടിച്ചേ വായിച്ചിട്ടില്ല. ബിക്കോസ് ഷീ ബിക്കേം എ ഫെമിനിസ്റ്റ് ബൈ സീയിങ് അല്ലെങ്കിൽ ബൈ വാച്ചിങ് ഓൾ ദി വിമൻ ട്രേഡേഴ്സ് ഇൻ സൂക്ക മാർക്കറ്റ്. ഇവിടെ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ സൂക്ക എന്ന് പറയുന്നത്. ഈ സൂക്കയിൽ മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിലെ വിമൻ ട്രേഡേഴ്സിനെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടാണ് ഫെമിനിസം എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി ഒരുപാട് അടിച്ചേ പഠിക്കുന്നത്, നോട്ട് ബൈ റീഡിങ് ദീസ് ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ്സ്. സോ ഷീ കൺവേസ് ദ പോയിന്റ് ദാറ്റ് ഫെമിനിസം ഷുഡ് ബി ആൻ ഇൻക്ലൂസീവ് പാർട്ടി. ഇൻക്ലൂസീവ് എന്ന് വെച്ചാൽ എന്താ, എക്സ്ക്ലൂസീവിൻ്റെ ഓപ്പോസിറ്റ്. ഒരു എക്സ്ക്ലൂസീവായ കുറച്ച് ആൾക്കാർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എലീറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഫെമിനിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻക്ലൂസീവ് പാർട്ടി. ഇറ്റ് ഷുഡ് ബി ആൻ ഇൻക്ലൂസീവ് പാർട്ടി വെർ എവ്രിബഡി ക്യാൻ ബി എ പാർട്ട്. എഡ്യൂക്കേറ്റഡ് ആയിക്കോട്ടെ അൺഎഡ്യൂക്കേറ്റഡ് ആയിക്കോട്ടെ, വളരെ ലോ ലെവലിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ലോ ലെവൽ ഓഫ് ഇൻകം ഉള്ള ആൾക്കാരായിക്കോട്ടെ, സ്റ്റേബിൾ ഇൻകം ഇല്ലാത്തവരായിക്കോട്ടെ, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആവാത്തവരായിക്കോട്ടെ, ഏത് ആൾക്കാർക്കും ഈക്വലി ചേരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈക്വലി ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം ഫെമിനിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എൻ എക്സ്ക്ലൂസീവ് തിങ്, ഇറ്റ് ഈസ് എൻ ഇൻക്ലൂസീവ് തിങ്. സോ ഒരുപാട് സെമിനൽ ബുക്സ് വായിച്ചിട്ടില്ല എന്നുള്ളതോ, എഡ്യൂക്കേറ്റഡ് അല്ല എന്നുള്ളതോ, ഒരുപാട് എലീറ്റ് അല്ല എന്നുള്ളതോ, ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്നുള്ളതോ ഒന്നും ഫെമിനിസ്റ്റ് ആവാതിരിക്കാൻ ഒരു പോയിന്റ് ആവരുത്. ഫെമിനിസം ഇസ് സച്ച് എൻ ഇൻക്ലൂസീവ് പാർട്ടി വെർ എവ്രിബഡി ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്. സോ അതൊരു ഇൻക്ലൂസീവ് പാർട്ടി ആയിരിക്കണം എന്ന് പറയുന്ന പോയിന്റാണ് ഇവിടെ അടിച്ച് കൺവേ ചെയ്യുന്നത്. Then she speaks about a frightening incident that happened to her regarding her father. So father is 83 years old. 2015 ഈ സ്പീച്ച് നടക്കുമ്പോൾ father was 83 years old. റിട്ടയർഡ് പ്രൊഫസറാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ. ഈ സ്പീച്ച് നടക്കുന്ന ഒരു 3 ആഴ്ച മുന്നേ her father was kidnapped and ഒരു 3 ആഴ്ചത്തേക്ക് they had to go through many things. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കോളൊക്കെ ചെയ്ത് they had to pay a ransom amount and after that he was released. പക്ഷേ ഇദ്ദേഹം കിഡ്നാപ്പ് ചെയ്തിരുന്ന അത്രയും നാൾ they were highly panicked. Okay, സോ ഇത്രയും പ്രായമുള്ള ഒരാൾ കിഡ്നാപ്പ് ചെയ്ത് ദേ വർ നോട്ട് ഷുവർ ഇഫ് യു വാസ് അലൈവ് ഓർ നോട്ട്. സോ അത്രയും ഒരു പാനിക്കിലൂടെയാണ് അവർ ആ രണ്ടാഴ്ചയോളം കടന്നുപോയത്. ആൻഡ് ദാറ്റ് എക്സ്പീരിയൻസ് ഹാഡ് മെയ്ഡ് മീ റീതിങ്ക് മെനി തിങ്സ്. സോ ഒരുപാട് കാര്യത്തിനെ പറ്റി റീതിങ്ക് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. വാട്ട് ട്രൂലി മാറ്റേഴ്സ് ആൻഡ് വാട്ട് ഡസൻറ്റ്. സോ ആ ഒരു സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് അടിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ആൻഡ് ഈ ഗ്രാജുവേഷൻ സെറമണിയിൽ കമൻസ്മെൻറ്റ് സ്പീച്ചിൽ ഷീ അഡ്വൈസസ് ഓൾ ദ സ്റ്റുഡൻസ് ടു തിങ്ക് അബൌട്ട് വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു. നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഏറ്റവും കൂടുതൽ നിങ്ങൾ മാറ്റർ ചെയ്യുന്നത്, എന്തിനാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ പാരൻസിനാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ പാർട്ട്നേഴ്സിനാണെങ്കിൽ അങ്ങനെ, ആർക്കാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഏതൊക്കെ ഡ്രീമിനാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഏതൊക്കെ ഫീലിങ്സിനാണ്, ഏതൊക്കെ ആൾക്കാർക്കാണ്. സോ ഏറ്റവും കൂടുതൽ നിങ്ങൾ മാറ്റർ ചെയ്യുന്ന എന്തിനാണ്, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനാണോ അതിനു വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. അത് ആൾക്കാരായിക്കോട്ടെ, നിങ്ങളുടെ ഡ്രീംസ് ആയിക്കോട്ടെ, നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാറ്റർ ചെയ്യുന്നത് അതിനുവേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. ആൻഡ് ഷീ ലേൺ ദിസ് ലെസൺ ഫ്രം ദിസ് പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് റിഗാർഡിങ് ഹർ ഫാദർ. സോ ഫാദറിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് എത്രത്തോളം അവളുടെ പാരൻസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്, അല്ലെങ്കിൽ പാരൻസിൻ്റെ കൂടെ ഇപ്പോഴെങ്കിലും ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഈ ബിസി ലൈഫിൻ്റെ ഇടയ്ക്ക് പാരൻസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആ ഒരു നെസസിറ്റി അതൊക്കെ അവൾക്ക് മനസ്സിലാവുന്ന ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോഴാണ്. സോ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു, അത് ആ ഒരു കാര്യം എടുക്കുക, അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഡ്രീംസിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. അതാണ് അടിച്ചു കൊടുക്കുന്ന നെക്സ്റ്റ് അഡ്വൈസ്. ദെൻ പിന്നെയും അഡ്വൈസ് ടു ദ ഗേൾസ്. സോ വെല്ലസ്ലി യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞിരുന്നു ഇറ്റ്സ് എ ഗേൾസ് കോളേജ്, അതുകൊണ്ടാണ് അഡ്വൈസ് ടു ദ ഗേൾസ് ആയിട്ട് വരുന്നത്. ഗേൾസ് ആർ റേസ് ടു മേക്ക് ദെംസെൽവ്സ് ലൈക്കബിൾ. സോ എന്താണ് ഗേൾസിൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന അഡ്വൈസസ് ആണ് ദാറ്റ് യു ഷുഡ് മേക്ക് യുവർ സെൽഫ് പ്രസൻറ്റബിൾ ആൻഡ് ലൈക്കബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മെനി പീപ്പിൾ. സോ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ മീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളർന്നു വരണമെന്ന് അഡ്വൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് എപ്പോഴും ഗേൾസ് എന്ന് പറയുന്നത്. സോ
അഡിച്ചെ അഡ്വൈസസ് എവ്രിബഡി ടു സ്റ്റോപ്പ് പ്രിറ്റൻഡിങ്. എന്താണോ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയോ നിങ്ങളിങ്ങനെ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ദാറ്റ് യു ഷുഡ് സ്റ്റോപ്പ് പ്രിറ്റൻഡിങ്, ബിക്കോസ് യു ആർ ലിവിങ് യുവർ ലൈഫ് ഇൻ എ ഫോൾസ് ഐഡൻറ്റിറ്റി. ഒരു ഫോൾസ് ഐഡൻറ്റിറ്റിയിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ജീവിച്ച് പോവാതെ എപ്പോഴും നമ്മുടെ ലൈഫിൽ ട്രൂത്ത്ഫുൾ ആയിരിക്കുക, നമ്മുടെ സെൽഫിനോട് ജെന്യൂൻ ആയിട്ടിരിക്കുക. അതല്ലാതെ ബാക്കി ആർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടിയും നമ്മളെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദിസ് വേൾഡ് ഇസ് എ ഗ്ലോറിയസ്ലി മൾട്ടി ഫെസറ്റഡ് വേൾഡ്. സോ അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ നമ്മുടെ ജെന്യൂൻ സെൽഫിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഇവിടെ ഉണ്ടാവും, ബിക്കോസ് ഇറ്റ്സ് എ ഗ്ലോറിയസ്ലി ഡൈവേഴ്സ് പ്ലേസ്. സോ അതുകൊണ്ട് നമ്മുടെ ജെന്യൂൻ സെൽഫ് എന്താണോ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. സോ ബി റിയൽ, ബി ആസ് യു ആർ. നമ്മളുടെ ജെന്യൂൻ സെൽഫ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നമ്മൾ എത്രത്തോളം കാലം നമ്മൾ പ്രിറ്റൻഡ് ചെയ്ത് ജീവിക്കുന്നോ അത്രത്തോളം കാലം നമ്മൾ നമ്മുടെ ലൈഫ് ഇവിടെ വേസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഏർത്തിലുള്ള ഈ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. എത്രയും ഷോർട്ടായിട്ടുള്ള ഒരു ലൈഫാണ്. ആ ലൈഫ് അത്രത്തോളം കാലം നമ്മൾ പ്രിറ്റൻഡ് ചെയ്ത് ജീവിക്കാതെ യു ഷുഡ് ബി ജെന്യൂൻ ടു ourselves. And she also advises never ever accept because you are a woman as a reason for doing or not doing anything. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അതല്ലാതെ നിങ്ങളൊരു വുമൻ ആയതുകൊണ്ട് യു ഷുഡ് നോട്ട് ബി ഡൂയിങ് എനി ഓഫ് ദി തിങ്സ് ദാറ്റ് ആർ ഫോഴ്സ്ഡ് അപ്പോൺ യു. ലൈക്ക് മാരേജ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കരിയർ ചൂസ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് സ്റ്റഡിയിങ് പാത്ത് ചൂസ് ചെയ്യുന്നതായിക്കോട്ടെ. നെവർ എവർ അക്സെപ്റ്റ് ദാറ്റ് ബിക്കോസ് യു ആർ എ വുമൻ. നിങ്ങളൊരു വുമൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കരിയറാണ് ചൂസ് ചെയ്യുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നെവർ എവർ accept that you do anything just because you like it, or you don't do it just because you don't like it. അതല്ലാതെ ജെൻഡർ നിങ്ങളുടെ ചോയ്സസിന് ഒരിക്കലും ഒരു റീസൺ ആവരുത് എന്ന് പറയുന്നൊരു അഡ്വൈസും അഡിച്ചെ കൊടുക്കുന്നുണ്ട്. And in the final paragraphs, Adichie speaks about love. Okay, the most important thing in this world is love. And Adichie says that love എന്ന് പറയുന്നത് it should always be give and take. Okay, love എന്ന് പറയുന്നത് it should always be give and take. ഒരു കണ്ടീഷണൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം, നോട്ട് ബേസ്ഡ് ഓൺ മെറ്റീരിയലിസ്റ്റിക് കണ്ടീഷൻ. പക്ഷേ എപ്പോഴും ഒരു ഇമോഷണൽ ഗിവിങ് ആൻഡ് ടേക്ക് ഉണ്ടാവണം എല്ലാ റിലേഷൻഷിപ്പിലും. സോ ബേസിക്കലി ഒരു ലവ് റിലേഷൻഷിപ്പ് അത് എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പാരൻ്റ് ആയിക്കോട്ടെ, പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, ബ്രദർ സിസ്റ്റർ ആയിക്കോട്ടെ, ഇൻ എവറി റിലേഷൻഷിപ്പ് ദർ ഷുഡ് ബി ലവ്, ഗിവിങ് ആൻഡ് ടേക്കിംഗ്. ഓക്കെ, ആ ഒരു ഇമോഷണൽ ഗിവിങ് ആൻഡ് ടേക്കിംഗ് ഉണ്ടാവണം. ഓക്കെ, if you want respect, give respect. If you want trust, give trust. If you want love, give love. So ആ ഒരു കൈൻഡ് ഓഫ് മ്യൂച്വൽ അഗ്രിമെൻറ്റ് തന്നെ ആയിരിക്കണം എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻ എവറി കേസസ്. അതല്ലാത്ത റിലേഷൻഷിപ്പ് ഒന്നും ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. അതിപ്പോൾ എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പാരൻറ്റ്, വീട്ടിൽ എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഗിവിങ് ആൻഡ് ടേക്കിംഗ് ഇല്ലെങ്കിൽ, ഇമോഷണൽ മ്യൂച്വൽ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ, ദാറ്റ് റിലേഷൻഷിപ്പ് ഇസ് നോട്ട് ഹെൽത്തി. സോ ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി അല്ല, ടോക്സിക് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബൈ, അല്ലെങ്കിൽ വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് ബൈ ദാറ്റ് സ്മോൾ വോയിസ് ഇൻസൈഡ് യു. നിങ്ങളുടെ ഉള്ളിലൊരു സ്മോൾ വോയിസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ദിസ് റിലേഷൻഷിപ്പ് ഇസ് നോട്ട് ഗോയിങ് റൈറ്റ്. ഓക്കെ, ആൻഡ് വി ഫീമെയിൽസ് ആർ ഓഫൺ സോഷ്യലൈസ് ടു സൈലൻസ്. എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് വോയിസ് ഔട്ട് ചെയ്യാനായിട്ട് ഗേൾസിനെ എപ്പോഴും പുറകിലോട്ട് വലിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സൊസൈറ്റിയാണ് നമുക്കുള്ളത്. ആൻഡ് അഡിച്ചെ on the final note, അല്ലെങ്കിൽ in the final paragraph, in the final sentence, she advises all the girls to not silence that voice but to take that voice outside. Okay, ആ ഒരു കൈൻഡ് ഓഫ് വോയിസിനെ ഒരിക്കലും സൈലൻസ് ചെയ്യാതെ ഓൾവേസ് ഡെയർ ടു ടേക്ക് ദാറ്റ് വോയിസ് ഔട്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് അഡിച്ചെ ഈ സ്പീച്ച് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ സ്പീച്ച്. ഇഫ് ദർ ഇസ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ. സോ താങ്ക് യു.